വരും മഴക്കാലത്ത് പവർ കട്ട് എന്തിനാണെന്ന് നമുക്ക് ചോദിക്കാനുള്ള വോയിസ് നമുക്കില്ല. പലയിടത്തും പല സമയത്തുമാണ് പവർ കട്ട് ഉള്ളത്. മുമ്പൊക്കെ ഒരു കൃത്യസമയം ഉണ്ടായിരുന്നു. ഭരണം മോശമെന്ന് പറയുന്നില്ല. ഭരണം മോശമൊന്നുമല്ല. പിണറായിയുടെ കാലത്ത് പവർ കട്ട് ഉണ്ടായിരുന്നു. പവർ കട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ അറിയാത്തൊരു പവർ കട്ടായിരുന്നു മാത്രം. പവർ കട്ട് ജനങ്ങളെ ബുദ്ധിമുട്ട് തന്നെയാണ്. 10 കൊല്ലം ഇടതുപക്ഷ സർക്കാർ വെച്ചപ്പോ പവർ കട്ടൊന്നും ചെയ്തു. ചരിത്രത്തിൽ ഇന്ന് വരെ കർക്കിടക മാസത്തിൽ പവർ കട്ട് ഉണ്ടായിട്ടില്ല. കാലവർഷത്തിന്റെ കാര്യല്ലേ, അപ്പൊ അതിന് മുമ്പ് എന്താ എതിര് പറയാൻ പറ്റുമോ? നമസ്കാരം. ഇടമുറിയാതെ മഴ പെയ്യേണ്ട സമയമാണ്, പക്ഷെ മഴ കുറവാണ്. പവർ കട്ടും ആരംഭിച്ചിരിക്കുന്നു. മഴയില്ലാത്തത് കൊണ്ടാണ് പവർ കട്ട് എന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. ഇതിന്റെ പേരിൽ ഇപ്പോൾ ജനങ്ങളും രണ്ട് ചേരിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ കാലത്ത് ചില വൈദ്യുതി നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇടതുപക്ഷത്തിന്റെ അനുഭാവികൾ എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഭരിച്ച സമയം പവർ കട്ടില്ലാത്ത 10 വർഷങ്ങളായിരുന്നു എന്നാണ്. അതിന് UDF-കാരുടെ മറുവാദം ഇപ്പോൾ മഴയില്ല, അതുകൊണ്ടാണ് ഈ നേരിയ നിയന്ത്രണം നടക്കുന്നത് എന്നുള്ളതാണ്. എന്ത് തന്നെയാലും ജനങ്ങൾ വലിയ ദുരിതത്തിൽ തന്നെയാണ്. പവർ കട്ട് ജനങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു സമയമൊന്നും കൃത്യമായി അറിയിക്കാതെയുള്ള പവർ കട്ട് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇതിനെ ഗവൺമെന്റിന്റെ പരാജയമായി വിലയിരുത്താനാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ? നമുക്ക് നാട്ടുകാരോടും ചോദിക്കാം. ഇപ്പം കഴിഞ്ഞ 10 കൊല്ലക്കാലം പവർ കട്ട് ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ വീണ്ടും പവർ കട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ജനങ്ങളെ അത് എങ്ങനെ ബാധിക്കുന്നത്? ജനങ്ങളെ ഭയങ്കര കഷ്ടപ്പെടുത്തുക. കാരണം ഈ വരും മഴക്കാലത്ത് പവർ കട്ട് എന്തിനാണെന്ന് നമുക്ക് ചോദിക്കാനുള്ള വോയിസ് നമുക്കില്ല. അത് ഒരാളോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അത് പുറമെ പ്രൈവറ്റുകാർക്ക് കൊടുത്ത് പൈസയാക്കാണ്. നമ്മള് ഇത് അരമണിക്കൂർ കട്ടാക്കിയാൽ അവരണ്ട് സഹിച്ചോളൂ. പക്ഷെ അങ്ങനെ പറയുന്നത് അപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിന് സമയം അറിയാത്തതൊരു പ്രശ്നം. അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. സമയം പറഞ്ഞാൽ പലയിടത്തും പല സമയത്തുമാണ് പവർ കട്ട് ഉള്ളത്. മുമ്പൊക്കെ ഒരു കൃത്യസമയം ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ പറഞ്ഞാൽ അരമണിക്കൂർ എന്ന ടൈം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. പെട്ടെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കുമ്പോഴായിരിക്കും പവർ കട്ട് ഉണ്ടാവുക. അതൊരു ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് മുൻകൂട്ടി പറയുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം നമ്മളൊന്ന് കെയർ ചെയ്യും. മഴുതിട്ടെങ്കിലും വാങ്ങി വെക്കുമായിരുന്നു. ഇപ്പൊ അതിനൊന്നും പറ്റൂല. വെറും മഴയാണ്. അതിനിടെ കൂടെ പവർ കട്ട് കൂടെ വരുമ്പോ നമുക്കൊരു അതെ അതെ സത്യം അതാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ബാധിക്കാന്ന് പറഞ്ഞപ്പോ അത് പവർ കട്ട് ഇപ്പോ എന്താ ഇപ്പൊ പറയാ, പവർ കട്ട് ആദ്യം ഉണ്ടായിരുന്നു. 5 മുമ്പ് ആദ്യം ഉണ്ടായിരുന്നത്. ഇവരൊക്കെ പവർ കട്ട് വന്നില്ല. ഇപ്പൊ എന്താ സംഭവിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. ഭരണം മോശമെന്ന് പറയുന്നില്ല. ഭരണം മോശമൊന്നുമല്ല. പിണറായിയുടെ കാലത്ത് പവർ കട്ട് ഉണ്ടായിരുന്നു. പവർ കട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ അറിയാത്തൊരു പവർ കട്ടായിരുന്നു മാത്രം. അങ്ങനെ കുറെ കറണ്ടൊക്കെ പോലുണ്ട്. ശ്രദ്ധിക്കുമ്പോ പബ്ലിക്കായിട്ട് പോകുന്നുണ്ട്. അത് പോരെ കുറ്റമല്ലല്ലോ. ഗവൺമെന്റ് കുറ്റമാണെന്ന് പറയാൻ പറ്റൂല. നമുക്ക് ഇതിനകത്തൊരു ബുദ്ധിമുട്ട് വരുന്ന ഈ സമയം ബുദ്ധിമുട്ടുണ്ട്. അത് ഒരിടത്തുള്ള തെറ്റാണ്. അതിന് ഗവൺമെന്റ് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റ് നമ്മൾ ആര് വന്നാലും ഇപ്പൊ നമുക്ക് കുറ്റം ഉണ്ടാവുമല്ലോ. ആര് വന്നാലും കുറ്റം ഉണ്ടാവും. കാരണം വെച്ചാൽ ഇപ്പൊ വലിയൊരു കുറ്റം കാണാനൊന്നുമില്ല. ഇത് സാധാരണ പണ്ട് മുതലേ വരുന്നതാണ്. പണ്ട് മുതലുള്ള തുറന്നു പോകുന്നേ തുറന്നു പോകുന്നതേ ഉള്ളൂ. പവർ കട്ട് ജനങ്ങളെ ബുദ്ധിമുട്ട് തന്നെയാണ്. 10 കൊല്ലം ഇടതുപക്ഷ സർക്കാർ വെച്ചപ്പോ പവർ കട്ടൊന്നും ചെയ്തു. UDF അധികാരത്തിൽ വന്നപ്പോ എല്ലാ മേഖലയിലും തരികിടയായിട്ടാണ് ഇപ്പൊ കളിക്കുന്നത്. പവർ കട്ട് എന്ന് പറഞ്ഞാല് ഈ ചരിത്രത്തിൽ ഇന്ന് വരെ കർക്കിടക മാസത്തിൽ പവർ കട്ട് ഉണ്ടായിട്ടില്ല. കണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കർക്കിടക മാസം അത് അത്രയും മഴ പെയ്യുന്ന സമയം. സമയം മഴ പെയ്തിക്കാണ്. മഴ കുറവാന്നൊക്കെ പോലെ പറഞ്ഞ വെറുതെയാ. ഡാമിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ഡാം തുറന്നു വിട്ടാ ഇടുക്കി ഡാമൊക്കെ. അത് വെറുതെ പറയാ. അത് കേന്ദ്ര ഇപ്പോൾ തന്നെ ഒരു മറച്ചു വെക്കാണ്. അതുകൊണ്ടാണ് ഈ പരുവത്തിലായത്. ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. ജനങ്ങള് ബുദ്ധിമുട്ടില്ല. വലിയ പ്രശ്നമായിരുന്നു. പൊതുവെ എല്ലാ മേഖലയിലും ബുദ്ധിമുട്ടില്ല. ഇത് അതിന്റെ ഒരു ഇരുട്ടടിയായി. അതന്നെ. മഴയാണല്ലോ, കാലവർഷമാണ് നമ്മൾ ഇതാക്കിയതേ. കാലവർഷം പറയുകയാണെങ്കിൽ കാലവർഷം കൊണ്ടാണ് ഇപ്പൊ പവർ കട്ട് വരാൻ കാരണം. മഴയില്ലാത്ത വർഷം നമ്മൾ ഗവൺമെന്റ് കുറ്റം പറഞ്ഞ ഗവൺമെന്റ് പറയാനില്ല. പിണറായിയുടെ കാലത്ത് പവർ കട്ടൊന്നും ഇല്ലായിരുന്നാണ് പറയുന്നത്. പക്ഷെ അത് വെച്ചാല് അത് മറ്റേ വേറെ സംസാരത്തിലേക്ക് പോയിട്ട് മറ്റേ വലിയ എന്തോ കടമ ഇലക്ട്രിസിറ്റി കടമ അങ്ങനെന്തോ പറഞ്ഞിട്ട് കരാർ അടിസ്ഥാനത്തിലുള്ള അങ്ങനെ എന്താ പറഞ്ഞത് വന്നു. അതെ അതെ.
പവർ കട്ടില്ലെങ്കിൽ കടം നമുക്ക് വന്നു. കടം വന്നു. ഇപ്പൊ അത് കടമൊന്നുമില്ല. കടണ്ട് ധനകാര്യാണല്ലോ. ധനകാര്യൊക്കെ ഒരു പോയത്. അപ്പോ ഇപ്പൊ നികത്തണപ്പോ ഇനിയിപ്പോ കൂടുതൽ കടം എടുക്കാൻ പറ്റാത്ത പറ്റാത്ത അവസ്ഥയുണ്ട്. ഗവൺമെന്റ് കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലോ. ഗവൺമെന്റ് കുഴപ്പമില്ല. പ്രിയദർശിനിന്റെ കാര്യമൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇനിയിപ്പോ ഘട്ടം ഘട്ടമായിട്ടല്ലേ വരാൻ പോകണ്ടല്ലോ. എല്ലാ പരിപാടികളൊക്കെ വരാണ്ട് കുറച്ച് സമയം കൊടുക്കണം. ഒരു സമയം കൊടുക്കും. കോൺഗ്രസ് വരുമ്പോൾ ആദ്യം പറയുന്നതാണ് പവർ കട്ട് പ്രതീക്ഷിക്കാന്ന് ആണ് ആദ്യം പറയുന്നുണ്ട്. ഈ 5 വർഷം സർക്കാർ ഭരിച്ച 5 വർഷം നമ്മൾ ഭരിച്ചില്ലേ, അതില് ഒരു പവർ കട്ടും അതിലുണ്ടായിട്ടില്ല. പിന്നെ 5 വർഷം ഭരിച്ചില്ല. ലാസ്റ്റ് സ്റ്റേജിൽ വേനൽക്കാലത്തല്ലേ പവർ കട്ട് ഇട്ടത്. ഇതുപോലെ അവസ്ഥ ഉണ്ടായിട്ടില്ല. പുതിയ ഗവൺമെന്റ് മോശമായതുകൊണ്ടാണ് ഫുൾ പരാജയമാണ്. UDF-ന്റെ കാര്യമല്ലല്ലോ, ആ കാലവർഷത്തിന്റെ കാര്യല്ലേ. അപ്പൊ അതിനു മുമ്പ് എന്താ എതിര് പറയാൻ പറ്റുമോ? ഞാൻ UDF അനുഭാവി ആയതിനെ കൊണ്ട് പറയല്ല. പറഞ്ഞോളൂ, നിങ്ങളുടെ കേൾക്കാൻ പറ്റും. അപ്പൊ അതിന് ഗവൺമെന്റ് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തും കാര്യമുണ്ടോ? പിണറായി വിജയനോ മറ്റുള്ള ഗവൺമെന്റുകളൊക്കെ വരുമ്പോ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിനി, അതിന് പോലെ കുറ്റം പറയാൻ പറ്റുമോ? കാലവർഷ കംപ്ലൈന്റ് അല്ലേ. അപ്പൊ നമ്മളെന്താ പറയാ, കറണ്ട് ഇല്ലാത്ത നമ്മള് പവർ കട്ട് നമ്മള് ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല. വെള്ളം ഇല്ലാതെ എവിടെ നിന്ന് കിട്ടും കറണ്ട്? ഗവൺമെന്റ് കാര്യമായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് കുറ്റമൊന്നും പറയാൻ പറ്റും. ഒരു കുറ്റവും ഗവൺമെന്റിനെ സംബന്ധിച്ച് പറയാനില്ല. മറ്റുള്ളവർക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഗവൺമെന്റ് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പവർ കട്ടൊക്കെ നമുക്ക് ഈ പവർ കട്ടിന്റെ പ്രശ്നമൊക്കെ നമ്മൾ അതിജീവിക്കുന്നതാണ്. അതെ, അത് വേണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണ്ടേ. മന്ത്രിക്കൊക്കെ അതിനുള്ള കാപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. അതെ 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 അതെ. ഇപ്പൊ ഇതിനകത്തൊരു വലിയ ബുദ്ധിമുട്ട് നമുക്ക് കാണുന്നത് ഇപ്പൊ ഈ സമയം ഒരു പ്രശ്നമാണ്. നമുക്ക് ഈ കൃത്യമായിട്ടുള്ള സമയം വെച്ചാല് ഇന്നലെ രാത്രി 2 പ്രാവശ്യം കട്ട് ആയിട്ടുണ്ട് എന്റെ വീട്ടിലെ. മറ്റുള്ള എന്റെ വീട്ടില്. പക്ഷെ അതിന് ഞാൻ ഓല കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. കറണ്ട് പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും അവരെ കുറ്റപ്പെടുത്തില്ല. ഇല്ല, അടിയുറച്ച UDF കാരനാണ്. അല്ല അങ്ങനെയല്ല. കാഞ്ച മഴത്ത് പവർ കട്ടുണ്ടാൻ പാടില്ലല്ലോ, മഴക്കാലല്ലേ. അപ്പൊ ഇരിക്കുണ്ടാൻ പാടില്ല, അല്ലേ? കട്ടുണ്ടാൻ പാടില്ല. അങ്ങനെ തന്നെ നമ്മളെ ഇത്. ഇപ്പൊ പുതിയ ഭരണത്തിന് നമ്മളെ ഇത് എന്താ പറയാ, നമ്മളെ സെപ്റ്റ് ആയിട്ടില്ല. മഴയില്ല, അതുകൊണ്ടാണ് ഇല്ലാന്നോ? മഴ സംഭവം കുറച്ച് മഴ 2-3 ദിവസം മഴ ഇല്ലാതായിരിക്കണേ, വെയിൽ തന്നെയാണ്. ചിലപ്പം ഡാമിന് വെള്ളം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ സാഹചര്യം ചിലപ്പോ കട്ടുണ്ടായ സാധ്യത ഉണ്ടാവും. പിന്നെ അങ്ങനെയല്ലേ വസ്തുത ഇല്ലായില്ല. പക്ഷെ നമ്മള് സാഹചര്യം കൂടെ മനസ്സിലാക്കണല്ലോ. ഇപ്പൊ മഴ നമ്മൾ കാണുന്നില്ലേ, കർക്കിടക മാസമായി വരാൻ പോകുന്നത്. നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പൊ ഡാമിനും കാര്യങ്ങൾക്കും വെള്ളമൊന്നും ഇല്ലാത്തൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്ന അതൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവും. എന്തെങ്കിലും പവർ കട്ടൊക്കെ നമ്മൾ അതിജീവിക്കും. ജീവിക്കുന്ന പറഞ്ഞാൽ അതിനുള്ള വഴികളൊക്കെ കണ്ടെത്തുമായിരിക്കും. ആവശ്യ സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വരില്ല, ചെയ്യുക, അത്രേ ഉള്ളൂ. പവർ കട്ടുകൾ നമുക്ക് വലിയ വിഷമമായിട്ടുണ്ടാവും. വിഷമമല്ല. ഇപ്പം ആവശ്യ ഘട്ടങ്ങളിൽ എന്തെങ്കിലും ചെയ്യാണ്ട് നിവൃത്തിയോടുകൊണ്ടാണ് ഇങ്ങനെ പവർ കട്ട് ഉണ്ടാക്കുന്നത്. നമുക്കതിനിപ്പോ അഭിപ്രായം പറയാനില്ല. ഗവൺമെന്റ് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ശരി. ഇപ്പൊ മഴയില്ല, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടായിരിക്കും ഈ സമയത്ത് മഴേന്റെ ശരിയാണ്. കർക്കിടക മാസം ആവാറായി. കർക്കിടകം നാളെയാണ്. അപ്പൊ അതുകൊണ്ട്